Yes. Hello everyone. Welcome to Rails Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് എക്സാംസിലെ സൈക്കോളജിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് ലേണിംഗ് എന്നുള്ളത്. ഓക്കെ, ഈ ലേണിംഗിന്റെ കീഴിൽ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ലേണിംഗ് തിയറീസ്. ഓക്കെ, ലേണിംഗ് തിയറീസിന്റെ കീഴിൽ നമുക്ക് പ്രധാനമായിട്ട് 3-4 തിയറീസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഹേവിയറിസ്റ്റ് തിയറീസിന്റെ കീഴിലുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടോപ്പിക് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ അപ്കമിംഗ് വീഡിയോസിൽ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ കണക്ഷനിസമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഓപ്പറാൻഡ് കണ്ടീഷനിങ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് തിയറിയിലോട്ട് പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിതൊരു സീക്വൻഷ്യൽ ഓർഡറിലാണ്. എല്ലാം കൂടി ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടോപ്പിക്സുകളും എല്ലാ യൂണിറ്റ്സുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എല്ലാം സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് വരാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വരുന്ന എല്ലാ തിയറീസും നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, ഞാൻ വളരെ ഫ്രീക്വന്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സുകളും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ബിഹേവിയറിസ്റ്റ് തിയറീസിന്റെ കീഴിലുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഇവാൻ പാവ്ലോവിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോ അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്തിൽ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സെഷനിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ ടീച്ചിങ് എക്സാംസിലെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ടോപ്പിക്സുകൾ ഞാൻ കംപ്ലീറ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലില്. അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അഡീഷണലി ഞാനൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടീച്ചിങ് എക്സാംസുമായി ബന്ധപ്പെട്ടുള്ള PYQ ഡിസ്കഷൻസ്, MCQ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ അപ്ഡേറ്റ്സുകൾ, ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനും വേണ്ടി ഡിസ്കസ് ചെയ്യാനും വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഞാൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അതും ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഫൈൻ, സോ വിൽ സ്റ്റാർട്ട് ദ സെഷൻ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ബൈ ഇവാൻ പാവ്ലോവ് ആണ്. അതിനു മുന്നേ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്താണ് ബിഹേവിയറിസ്റ്റ് തിയറീസ് എന്നുള്ളത് ഒറ്റ സ്ലൈഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും കേട്ടോ. ബിഹേവിയറിസ്റ്റ് തിയറീസ് ഓഫ് ലേണിംഗ് ആർ തിയറീസ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ലേണിംഗ് ആസ് എ ചേഞ്ച് ഇൻ ഒബ്സർവബിൾ ബിഹേവിയർ that occurs due to person's interaction within the environment. അല്ലെ, ഒരു സമൂഹം നമ്മളെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന തിയറിയാണ് എന്ത്, ബിഹേവിയറിസ്റ്റ് തിയറീസ് ഓഫ് ലേണിംഗ്. അല്ലെ, അതായത് പീപ്പിൾസ് ഇന്ററാക്ഷൻ വിത്ത് ദ എൻവിറോൺമെന്റ്. അല്ലെ, ബിഹേവിയർ കോസ്ഡ് ബൈ ദി പീപ്പിൾസ് ഇന്ററാക്ഷൻ വിത്ത് ദ എൻവിറോൺമെന്റ്. എൻവിറോൺമെന്റിന്റെ ഇന്ററാക്ഷനിലൂടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ പഠിക്കുന്ന പേരാണെന്ത്, ബിഹേവിയറിസ്റ്റ് തിയറീസ് ഓഫ് ലേണിംഗ് എന്നുള്ളത്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഹേവിയറിസം സേസ് ദാറ്റ് പീപ്പിൾ ലേൺ ത്രൂ എക്സ്പീരിയൻസ്, പ്രാക്ടീസ്, റിവാർഡ്, പണിഷ്മെന്റ് ആൻഡ് ദ സിറ്റുവേഷൻ അറൌണ്ട് ദം. അല്ലെ, അപ്പൊ ബിഹേവിയറിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആളുകള് ലേൺ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവർക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസിലൂടെ, അവർ ചെയ്യുന്ന പ്രാക്ടീസിലൂടെ, അവർക്ക് കിട്ടുന്ന റിവാർഡിലൂടെ, അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റിലൂടെ, അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻ അറൌണ്ട് ദം. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്, ബിഹേവിയറിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, behaviorists mainly focus on what can be observed and measured rather than on internal mental process. അല്ലെ, അപ്പൊ ഒരു മനുഷ്യന്റെ ഇന്റേണൽ മെന്റൽ പ്രോസസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. ബിഹേവിയറിസ്റ്റ് അതൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല, അതൊക്കെ വേറെ ആരൊക്കെയോ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ ഫോക്കസ് എന്താണ്, ഒരു മനുഷ്യന്റെ എൻവിറോൺമെന്റ് എങ്ങനെയാണ് ആ മനുഷ്യന്റെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു സിംഗിൾ കോൺസെപ്റ്റ് മാത്രമാണ് ബിഹേവിയറിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ തിയറീസ് എല്ലാം എന്താണ്, ഈ എൻവിറോൺമെന്റുമായി ഫോക്കസ്ഡ് ആയിട്ടുള്ള തിയറീസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ഭാഗത്ത് എല്ലാ കോൺസെപ്റ്റും ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ടീച്ചർ ഗിവ്സ് എ സ്റ്റുഡന്റ് പ്രൈസ് ഓർ എ റിവാർഡ് whenever the student answers correctly, the student may be encouraged to repeat the correct behavior. അല്ലെ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കറക്റ്റ് ആൻസർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളെ റിവാർഡ് ചെയ്യും. അല്ലെ, നമ്മളെ ആ കുട്ടികളെ, ഇപ്പൊ നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവര് ചെറിയ അച്ചീവ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, അവരെ റിവാർഡ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെ, നല്ല കാര്യങ്ങൾ അവർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസം നിങ്ങൾ വരച്ച ആ കുട്ടി വരച്ചത് വലിയ ഭംഗിയില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, അവരെ എപ്പോഴും റിവാർഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് എന്താണ്, അവിടെ ഈ ഞാൻ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള തോട്ട്സ് കുട്ടികളുടെ മനസ്സിലുണ്ടാവും.
ഇതൊക്കെ എന്താണ് ഒരു ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമാട്ടോ. കാരണം ചുറ്റുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഫൈൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓക്കെ, തിയറി ഓഫ് ഇവാൻ പാവ്ലോവ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഈ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, പിന്നെ ഞാൻ ഫസ്റ്റ് നമ്മൾ 1ാം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ പണ്ട് ഭയങ്കര തടിച്ചിട്ടായിരുന്നു. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് എന്റെ ലൈഫ് ലൈൻ, എന്റെ ലൈഫിന്റെ ഇപ്പോഴും അങ്ങനെ കേട്ടോ. എനിക്ക് ഫുഡ് ഇല്ലാതെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല. വട്ടവർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ ഭക്ഷണം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് ആളുകൾ ചിലപ്പോൾ കാണുന്നുണ്ട് വീഡിയോയില്. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് പിന്നെ എന്നെ സ്കൂളിൽ ചേർത്തി. അപ്പൊ ഉച്ചക്ക് ഒരു നീട്ടിട്ടൊരു ബെല്ലുണ്ട് അല്ലെ, 1 മണിയാകുമ്പോൾ നീട്ടൊരു ബെല്ലടിക്കും. അതെന്താണ്, ലഞ്ച് ബ്രേക്കിന്റെ ബെല്ലാണ്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ദിവസം ഞാൻ സ്കൂളിൽ പോയ സമയത്ത് ഉച്ചക്കുള്ള ബെല്ല് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല. ബെല്ലടിക്കുന്നുണ്ട്, അതിനുശേഷം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഉച്ചക്കത്തുള്ള ആ ഒരു നീട്ടിയിട്ടുള്ള ബെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇന്റർവെല്ലോട്ട് പോകുന്ന ഒരു ബെല്ലാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്ത മൊമെന്റിൽ അതെനിക്ക് ഒരു സാധാ ബെല്ലായിരുന്നു. പക്ഷെ ഇവഞ്ച്വലി എനിക്ക് മനസ്സിലായി ആ ബെല്ലടിച്ച് കഴിഞ്ഞാലാണ് ഭക്ഷണം കഴിക്കുക. ആ ബെല്ലടിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ ബെല്ലിന്റെ അർത്ഥം എന്താണ്, ഭക്ഷണം കഴിക്കാനുള്ള ബെല്ലാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തായി, ആ ബെല്ലിന് വേണ്ടിയുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ എപ്പോഴും നിൽക്കുക. ഓക്കെ, അതായത് ആ ബെല്ല് ആദ്യം എനിക്ക് ആ ബെല്ല് ഒന്നുമല്ലായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, ആ ബെല്ലിന് ശേഷമാണ് ഭക്ഷണം കിട്ടുന്നത് എന്നുള്ള ആ ഒരു പാറ്റേൺ എനിക്ക് മനസ്സിലായി. അതിനുശേഷം എന്തായി, ഞാൻ ആ ബെല്ലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോൺസെപ്റ്റിലോട്ട് വരാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ലേണിംഗ് ത്രൂ അസോസിയേഷൻ ഞാൻ പറഞ്ഞുതരാം. Classical conditioning is a behaviorist theory of learning developed by Russian psychologist Ivan Pavlov. It explains that learning takes place when a person or animal learn to associate two stimuli so that a previous neutral stimulus eventually produce a response. അല്ലെ, അതായത് ഇവാൻ പാവ്ലോവ് എന്താ പറയുന്നത്, ഒരു മനുഷ്യൻ ഒരു കാര്യം ലേൺ ചെയ്യുന്നത് എന്താണ്, 2 സ്റ്റിമുലീസ് കണക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അതായത് ഇവിടെ എന്തായിരുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്കൂൾ ബെല്ല് ആദ്യം എന്തായിരുന്നു, അതൊരു ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഒരു സാധനം. അപ്പൊ ആദ്യം എനിക്ക് സ്കൂളിലെ ബെല്ല് എന്തായിരുന്നു, അന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇവഞ്ച്വലി എനിക്ക് മനസ്സിലായി ഈ ബെല്ല് എന്ന് പറയുന്നത് എന്താണ്, ഭക്ഷണം കഴിക്കാനുള്ള ഒരു ബെല്ലാണെന്ന് എനിക്ക് മനസ്സിലായി. അത് പതിയെ ന്യൂട്രൽ സ്റ്റിമുലസ് എന്തായി, എന്നെ ഒരു പവർഫുൾ സ്റ്റിമുലസ് ആയിട്ട് മാറുകയാണ്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ലേൺ ചെയ്യുന്ന എന്താണ്, അതായത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്. കുറച്ചുകൂടി ഈസി ഞാൻ പറഞ്ഞുതരാം, നോ വറീസ്. ഇപ്പോ നമ്മൾ ABCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യും, അതിന് റെസ്പോണ്ട് ആയിട്ട് നമ്മൾ ഒരു ഈണത്തിൽ പറയാം ABCD, കുട്ടികൾ എന്ത് പറയും EFG എന്ന് പറയും. അണ്ടർസ്റ്റുഡ്? ഇതൊക്കെ എന്താണ്, റെസ്പോണ്ട് ചെയ്യാണ്. നമ്മൾ ഒരു സ്റ്റിമുലി ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ എന്താണ്, അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യും. ഇങ്ങനെയാണ് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതിന്, ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ലേൺ ചെയ്യുന്നത് ആര് പറയുന്നത്, ഇവാൻ പാവ്ലോവ് പറയുന്നത്. അതായത് ലേണിംഗ് ത്രൂ അസോസിയേഷൻ. നമ്മൾ 2 കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് എന്നാണ് ഈ പറയുന്ന ഇവാൻ പാവ്ലോവിന്റെ തിയറി എന്ത് ചെയ്യുന്നത്, പ്രൊപ്പൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്യാനും വേണ്ടിയിട്ട്, ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ തിയറി പ്രൊപ്പൗണ്ട് ചെയ്യാൻ വേണ്ടി ഇവാൻ പാവ്ലോവ് ഒരു പട്ടിയിൽ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തു. അപ്പൊ ആ റിസർച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം, അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ പിന്നെ 4 സ്റ്റേജസിലൂടെയാണ് ഇവാൻ പാവ്ലോവ് ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ്, ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പട്ടിയെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ റെസ്പോൺസ് ആണ്. എ ഡോഗ് ഈസ് ഗിവൺ ഫുഡ് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ആ പട്ടിയുടെ വായിലിന് സെലൈവ വന്നു. ഓക്കെ, അത് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ട്രേറ്റ് ആണ്. ദ ഡോഗ് നാച്ചുറലി സെലിവേറ്റ്സ് when it sees food. The dog does not need to learn this response. Okay, ആദ്യം ഫുഡ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും ആ ഒരു പട്ടിക്ക് വിശപ്പ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ വന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഇവാൻ പാവ്ലോവ് എന്ത് ചെയ്തു, ഒരു ബെല്ല് റിങ് ചെയ്തു, അല്ലെങ്കിൽ വിസിൽ റിങ് ചെയ്തു. വിസിൽ റിങ് ചെയ്തപ്പോ ആ പട്ടിക്ക് എന്ത് ചെയ്തു, ആ പട്ടി കാര്യമായിട്ടുള്ള ഇമോഷൻ ഒന്നുമില്ല. ആ പട്ടി എന്ത് ചെയ്യുന്നില്ല, ഈ ബെല്ല് ഓക്കെ ഫൈൻ, ഇറ്റ്സ് ജസ്റ്റ് എ ബെൽ, റൈറ്റ്. അതിനുശേഷം ഇവാൻ പാവ്ലോവ് എന്ത് ചെയ്തു, ബെല്ലിന് ശേഷം ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതായത് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഫുഡ് കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുത്ത് പട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, ബെല്ല് എന്നുള്ളത് എന്താണ്, ഫുഡുമായിട്ട് കണക്ട് ചെയ്യുന്ന, അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത്
ബെല്ലടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, ഫുഡ് കിട്ടും എന്നുള്ള ഒരു അസോസിയേഷൻ പട്ടിക്ക് എന്തായി, ആ ഒരു ലോജിക്ക് പട്ടിക്ക് മനസ്സിലായി. ഓക്കെ, അതായത് ബെൽ പ്ലസ് ഫുഡ് ആണ് എന്ത് ചെയ്യുന്നത്, ആ പട്ടിക്ക് സെലൈവേഷൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറുന്നത്. അപ്പൊ ലാസ്റ്റ് സ്റ്റേജിൽ എന്താ സംഭവിച്ചത്, ഇനി ഫുഡ് കൊടുക്കണം എന്നില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ബെല്ലടിച്ച് അല്ലെങ്കിൽ വിസിലടിച്ചാൽ തന്നെ പട്ടി എന്ത് ചെയ്യും, അവിടെ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇതാണ് ഈ പറയുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ്, അഥവാ ഈ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്, ഇവാൻ പാവ്ലോവ് ഈ പറയപ്പെടുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ ലോകത്തിലോട്ട് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, നമുക്ക് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നൊരു കോൺസെപ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഇതിന്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ. അതായത് രണ്ട് കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓരോ കണ്ടീഷനിങ്ങും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്, അടുത്ത ഓരോ തിയറീസ് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്, നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി അവൈലബിൾ ആണ്, ജസ്റ്റ് ഒന്ന് പോയി എന്ത് ചെയ്യുക, അത് ചെക്ക്ഔട്ട് ചെയ്യുക. Okay, so that's all about today's session. So we'll see you on the next video. Till then, bye and thanks everyone.